കേരളത്തിൽ ഒരുപാട് ചർച്ച നടന്ന സംഭവമാണ് കൊടക് ചെയ്തത്. പണ്ടത്തെ അടിമ ജീവിതത്തിൽ ഇത്തരത്തിലേക്ക് തന്നെയായിരുന്നു. കൊടകിൽ പോവുക, അവിടെ ഒരു മാസത്തേക്കല്ല പണിക്ക് പോകുന്നത്, പിന്നെ ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് ഒരു കൊടക് യാത്രയ്ക്ക് ഞങ്ങൾ പറയുന്നത് കാവിന് വരാം എന്ന് തന്നെയാണ്. അന്നകാലത്തെ അടിമത്തിലും ഇങ്ങനെ തന്നെ കാവിനുള്ള സമ്പാദ്യമാണ് ഈ പണിയൊക്കെ. ഒറ്റ ദിവസത്തെ അത്രയും മാസം അധ്വാനിച്ച പണം വള്ളിയൂർക്കാവിൽ വന്നിട്ട് മക്കളും മറികളും കുടുംബക്കാരും എല്ലാം വന്നിട്ട് ഒറ്റ ദിവസം കൊണ്ട് അടിച്ചങ്ങ് തീർക്കും. കാരെന്തല്ല അടിച്ച് പൊളിക്കുന്നല്ല, നിങ്ങളുടെ അടിപൊളിയൊന്നല്ല ഞങ്ങളുടെ അടിപൊളി. ഞങ്ങൾക്ക് വേറെ തരത്തിലുള്ള ഒരു സന്തോഷമുണ്ട്. മക്കൾക്ക് കുപ്പായം വാങ്ങിക്കൊടുക്കുക, പൊരി വാങ്ങിക്കുക, ബലൂണ്, മാല, കല്ല, വള, ഇതൊക്കെ വാങ്ങിക്കൊടുത്ത് സന്തോഷത്തോടെ പിന്നെ ഒന്നുമില്ലാതെ വീട്ടിൽ പോകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. ആ സന്തോഷം അനുഭവിച്ചാലേ നാളെ പിറ്റേ ദിവസം നമുക്ക് അരിയുണ്ടോയെന്ന് അറിയാൻ സാധിക്കുള്ളൂ, കറിയുണ്ടോയെന്ന് എരിവൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. ഇതെല്ലാം ഉണ്ടെന്ന് വിചാരിച്ച് പോയെങ്കിൽ എല്ലാം ഉണ്ട്, നമുക്ക് വേറെ ഒന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പം അത്തരത്തിലുള്ള സന്തോഷത്തോടെ പോവാണ്. പോകുന്നാൽ മാത്രമല്ല ചിലപ്പോൾ അവിടെയും തന്നെ പണിക്ക് പോകും. മുതലാളിനെ കണ്ട കാര്യം മുതലാളി ചോദിക്കും, മുതലാളി ഞാൻ നാളെ വന്നെങ്കിൽ കുറച്ച് പൈസ തീർന്നല്ലോ, നാളെ വരാം, കുറച്ച് അഡ്വാൻസും കൊണ്ട് 500, 600, 650 വാങ്ങിയിട്ട് ആ പൈസ അവിടെ തീർക്കും. എല്ലാവർക്കും ഭക്ഷണം എല്ലാം വാങ്ങിക്കൊടുത്ത് അത്തരത്തിലുള്ള സന്തോഷമായിരുന്നു. പക്ഷേ അതിൻ്റെ നാശം ഞങ്ങളെ ബാധിച്ചിട്ടുണ്ട്, ഞങ്ങളിപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള ജീവിതമാണ് പിന്നെ എൻ്റെ. അത് ആരോട് യുദ്ധം ചെയ്യാൻ വന്നതല്ല ഞാൻ.